സാക്ഷാൽ ദൈവം മൂവരുവൻ താൻ മാർത്തോമായുടെ സുഹൃതത്താൽ സൂക്ഷ്മമതായി ചരിതം പാടുവതിനടിയനു തുണയരുളണമേ. അരുൾമാർഗത്തിൻ ഗുരുവരനാകിന മമനാമകനാം മാർത്തോമാ പെരുമാൾ ചോഴൻ്റാളായുള്ളോരവാനോടു സഹിതം കൂടി അറബിയായിൽ കപ്പൽ കയറി മാല്യൻ കരവന്നെത്തിയതാ അറിവിൻ പറവൻ മിശിഹാകാലം 50 ധനുവം രാശിയതിൽ അതിശയ കൃതിയാൽ അഷ്ടദിനം കൊണ്ടവിടെ മാർഗം സ്ഥാപിച്ചു. അതിനുശേഷം ദ്രുതഗതി കൊണ്ടു ഉടനെ മയിലാപ്പൂരത്തി. ഒരു മാസത്തിനിടയിൽ തിരികെ കേരള നാട്ടിൽ താൻ വരുവാൻ തിരുവഞ്ചിക്കുളത്തര ജന്മരുമകനാദേശത്തിൽ ചെന്നെത്തി. തൃക്കാൽ മുത്തി അപേക്ഷ കഴിച്ചു കപ്പലിൽ യാത്ര അവർ ചെയ്തു. തർക്കം കൂടാതമ്പത്തൊന്നാം ധനുവിൽ മാല്യങ്കരെ വന്നു. രാജകുടുംബത്തോടെ കാവ്യർ 3000 അവിശ്വാസികളും രാജ്യത്തിങ്കൽ വന്നു വസിക്കും 40 യൂതഗണങ്ങളുമായി. 1.5 വർഷങ്ങൾക്കുള്ളിടയിൽ മാമോദീസ കൈക്കൊണ്ടു. വന്ദനങ്ങൾക്കായി സ്ഥാപിച്ചിവിടെ ശ്ലീവായോടെ ആലയവും. കല്ലാം കേപ്പായെ കൂട്ടാക്കി ദക്ഷിണദേശേ താൻ പോയി. കൊല്ലം ഗ്രാമമതിലൊരു വർഷം അറിയിച്ചു താൻ മാർഗത്തെ. 1000 പേരെ മാമോദീസ മുക്കി. ആരാധനകൾക്കായൊരു ശ്ലീവ സ്ഥാപിച്ചു താനവിടത്തിൽ. കിഴക്കുവടക്കായി നടകൊണ്ടങ്ങനെ തൃപ്പാലേശ്വരത്തെത്തി. അഴകാലവിടെയും ഒരു വർഷത്തിട അറിയിച്ചു താൻ മാർഗത്തെ. 1000 പേരെ മാമോദീസയും മുക്കി. ആരാധനകൾക്കായൊരു ശ്ലീവ സ്ഥാപിച്ചു താനവിടേക്കും. കിഴക്കൻ വഴിയായി അവിടുന്നുടനെ മലനഗരം ചായൽക്കെത്തി. പിഴയാതവിടെയും ഒരു വർഷത്തിട അറിയിച്ചു താൻ മാർഗത്തെ. 1000 പേരെ മാമോദീസയും മുക്കി. ആരാധനമുറയുടെ ശ്ലീവ സ്ഥാപിച്ചു താനവിടേക്കും. തിരികെ താനവിടേക്കു വരുവാൻ തൃപ്പാലേശ്വര മൂപ്പന്മാർ ഇരുവരുടെയും മുട്ടിപ്പാലെ അവരോടെ താൻ യാത്രയുമായി. ശുദ്ധതയോടിവർ വന്ദിക്കുന്ന ശ്രീവായേ ആ ഗ്രാമക്കാർ അശുദ്ധത ചെയ്തു നിന്ദിച്ചതിനാൽ ശാപം ചെയ്തിതു ഗ്രാമത്തെ. അവിടത്തിൽ മുൻ സ്ഥാപിച്ചുള്ളൊരു ശ്രീവായെ പിഴുതുടനെ താൻ അവിടത്തിൻ
എതിർത്തെക്കേ ഭാഗം നീരണത്തിൽ സ്ഥാപിപ്പാനായി ആചാര്യൻ തോമായെന്നാൾക്കും ക്ഷമയോലും താനേൽപ്പിച്ചു. ആചാരത്തിനൊരാലയം അവിടെ കൽപ്പിച്ചുടനെ താൻ വാങ്ങി. വടമേക്കായി നടകൊണ്ടുകൊക്ക മംഗലഗ്രാമേ താൻ ചെന്നു. പിഴയാതവിടെയും ഒരു വർഷത്തിട അറിയിച്ചു താൻ മാർഗത്തെ. 1000 പേരെ മാമോദീസ മുക്കി ആരാധന മര്യാദകളോടെ സ്ഥാപിച്ചവിടെ സ്ലീവായും. അവിടുന്നുടനെ നടകൊണ്ടങ്ങനെ കോട്ടക്കായൽ ചെന്നെത്തി. അവിടെയും അതുപോലൊരു വർഷത്തിട മാർഗത്തെയും അറിയിച്ചപ്പോൾ 1770 പേരെ മാമോദീസ മുക്കി ആരാധന സ്ലീവായോടു മുറകൾ കൽപ്പിച്ചു താനവിടേക്കും. തെക്കൻ വഴിയായി യാത്ര പോയി മലയാംകരയിൽ ചെന്നെത്തി. തക്കവിധം പോലൊക്കെയും അവിടെ കണ്ടതിനാൽ സന്തോഷിച്ചു. പരമാസത്തെ പാർപ്പിനു ശേഷം ഉത്തരഭാഗേ നടകൊണ്ടു. അരമാസത്തെ ഇടകൊണ്ടങ്ങനെ പാലൂർ ഗ്രാമം ചെന്നെത്തി. ഒരു വർഷത്തിടയവിടങ്ങളിലും മാർഗത്തെ അറിയിച്ചപ്പോൾ 1050 പേരെ മാമോദീസ മുക്കിയ ശേഷം ബന്ധനനിഷ്ഠകളെല്ലാത്തെയും ആയവരൊക്കെ ചെയ്യുവാനായി സുന്ദര ഭാഷയിലൊരു സ്ലീവായും സ്ഥാപിച്ചു താനവിടത്തിൽ. മലയാളത്തിനു തിരികെ വരുവാൻ താൻ കരയാത്ര ചെയ്യുമ്പോൾ മാലാഖമാരുടെ തുണയാലേ മലയാറ്റൂർ താൻ വന്നെത്തി. ഇരുമാസങ്ങളിൽ അവിടങ്ങളിലും മാർഗത്തെ താൻ അറിയിച്ചു. 220 വിശ്വാസികളെ താൻ മാമോദീസ മുക്കി. പല പല രാജ്യങ്ങളിലും തന്നെ അരുൾമാർഗത്തിനറിയിപ്പാൽ പല ജാതികളെ മിശിഹാ പക്കൽ ചേർത്തൊരു ശ്ലീഹാ മാർത്തോമാ. 72 കർക്കിടകത്തിൽ 3-ാം ദിവസം പുലർക്കാലേ വഴിയാത്രകനായി താൻ ചേരുന്നിതു മൈലാപ്പൂരിൽ ചിന്നമലയ്ക്ക്. കാളികാവിൽ പൂജയ്ക്ക് ചെന്നെമ്പ്രാന്മാരും എതിർപ്പെട്ടു. മൂളിക്കൊണ്ടവർ വൈരം തീർപ്പാൻ തന്നെ വളഞ്ഞിവ ചൊല്ലുന്നു. കാവിൽ വണങ്ങാത്താളുകളാരും ഇന്നി വഴിയേ പൊയ്ക്കൂടാ. വണക്കം ചെയ്താൽ കാവിന്നഴിയും തീയാലെന്നായി മാർത്തോമാ. നിന്ദ നിറഞ്ഞൊരു വചനത്തിന്നേർ കാണണമെന്നായമ്പ്രാന്മാർ വന്ദന വലിയൊരു കാളിക്കാവിൽ രുഷ്മ ചെയ്തു മാർത്തോമാ. പേനായെപ്പോൽ കാളിയുമോടി കാവും വെന്തിതു തീയാലേ
ചെയ്തു. വലിയൊരു ശൂലമെടുത്തൊരു ക്രൂരൻ ഫലമായി നെഞ്ചിൽ സ്ലീഹായേ. കുത്തിക്കൊണ്ടവരോടിയൊളിച്ചു എമ്പ്രാന്മാരായവരെല്ലാം. മാർത്തോമാ കടലോരക്കാട്ടിൽ കല്ലിൽ വീണു പ്രാർത്ഥിച്ചു. ആറുതലിനായി തെരുതിലേറ്റി പൊരുവതിനായി തുനിയുമ്പോൾ ആറുതൽ വേണ്ട ഭാഗ്യമടുത്തു എന്നായുടനെ മാർത്തോമാ. വെളിവാൽ ചൂഴും പീഡിതനായി തന്നെ കണ്ടൊരു കൂട്ടങ്ങൾ തെളിവാൻ തക്ക വിധത്തിനാദരവെല്ലാം അരുളി മാർത്തോമാ. മൂന്നര നാഴിക പകലാം വരെയും പലവക വീണ്ടും വിധമില്ല. മന്നവരോടു കൽപ്പിച്ചയ്യോ കാലം ചെയ്തിതു മാർത്തോമാ. വെള്ളപ്രാവിന്നു തുല്യമൊരാത്മം പരമാനന്ദമഹത്വമതായി വെള്ളയണിഞ്ഞൊരരുവികളോടെ ആകാശത്തിൽ കയറുന്നു. അതിലങ്ങൊരു സിംഹാസനമതിലായി മാർത്തോമാതാൻ വാഴുന്നു. അൻപോടു പല ഗുണദോഷങ്ങൾ ഇവരോടു താനരുളുന്നു. വമ്പായ പലവക ചെർമോത്തുകളും എന്നാളിനുമായി നൽകുന്നു. വമ്പായ പലവക ചെർമോത്തുകളും എന്നാളിനുമായി നൽകുന്നു. എന്നുടെ മരണം ഓർക്കും മക്കൾക്കെന്നാൽ നന്മകളുണ്ടാകും. എന്നുടെ മരണം ഓർക്കും മക്കൾ എന്നാൽ നന്മകളുണ്ടാകും. എന്നുടെ ഖബറിൽ വന്ദനം ചെയ്യോർക്കെല്ലാം നന്മകൾ ഞാൻ ചെയ്യും. എന്നുടെ ഖബറിൽ വന്ദനം ചെയ്യോർക്കെല്ലാം നന്മകൾ ഞാൻ ചെയ്യും. എല്ലാം നന്മകൾ ഞാൻ ചെയ്യും. എല്ലാം നന്മകൾ ഞാൻ ചെയ്യും.